നമസ്കാരം. ദർശന ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്ന് ഇപ്പോഴുള്ളത് പാലക്കാട് ജില്ലയിൽ മേനോൻപാറ എന്ന ഒരു അതിമനോഹരമായ ദേശമാണ്. ഇവിടെ എത്തുമ്പോൾ അറിയാം, ഇവിടുത്തെ പ്രകൃതി രമണീയത നമുക്ക് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. കാറ്റാടി യന്ത്രങ്ങളുടെയും അതുപോലെ തന്നെ മലനിരകളുടെയും ഒരു കേന്ദ്രമാണ്. തീർച്ചയായിട്ടും ഇവിടെ എത്തുമ്പോൾ ആയുർവേദത്തെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ആയുർവേദം ഇഷ്ടപ്പെടുന്ന അനേകായിരങ്ങൾക്ക് ആശ്രയമാകുന്ന ഒരു കേന്ദ്രമുണ്ട്. ഏകദേശം 10 വർഷമായി മേനോൻപാറയിൽ സ്ഥിതി ചെയ്യുന്ന പുനർജനി ആയുർവേദ ഹോസ്പിറ്റൽ. ഈ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, ഇവിടെ ഈ ഒരു ഹോസ്പിറ്റലിനെ ആശ്രയിച്ചെത്തുന്നവർക്ക് കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ അവർ എന്താഗ്രഹിച്ചെത്തുന്നോ അതിനനുസരിച്ചുള്ള റിസൾട്ട് കൊണ്ടാണ് ഇവിടുന്ന് രോഗികൾ പോകുന്നത്. ഇവിടുന്ന് വരുമ്പോൾ രോഗികൾ, പോകുമ്പോൾ അവർ സാധാരണ ജീവിതം നേടിയാണ് പോകുന്നത്. തീർച്ചയായിട്ടും പുനർജനി ആയുർവേദയുടെ പ്രവർത്തനങ്ങൾ, പ്രത്യേകതകൾ, തുടക്കം, ഇതിനെക്കുറിച്ചെല്ലാം വിശദമായി നമ്മളോട് പങ്കുവെക്കാൻ പുനർജനിയുടെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് ഫിസിഷ്യനുമായിട്ടുള്ള ഡോക്ടർ സ്വപ്ന വേണുഗോപാൽ മാഡം നമ്മളോടൊപ്പമുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ആയുർവേദ ഡോക്ടറാണ്. ഈ ഒരു പുനർജനി ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നമുക്ക് അല്പസമയം പങ്കുവെക്കാം. വളരെ സ്നേഹത്തോടുകൂടി ലോകമെമ്പാടുമുള്ള വിരുന്നിൻ്റെ പ്രേക്ഷകർക്ക് അദ്ദേഹത്തെ നമുക്ക് ആദരവോടുകൂടി തന്നെ സ്വാഗതം ചെയ്യാം. ഡോക്ടർ നമസ്കാരം. ആയുർവേദത്തെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുള്ള ഒരു മേഖലയാണിത്. എങ്കിൽ തന്നെയും കേരളത്തിന് അകത്തും പുറത്തുനിന്നുമായി നിരവധി രോഗികൾ ഈ ഒരു സ്ഥാപനത്തെ തേടി അല്ലെങ്കിൽ ഡോക്ടറിനെ തേടി എത്തിക്കൊണ്ടേയിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ ഒരു സെന്ററിന്റെ തുടക്കം അല്ലെങ്കിൽ ഡോക്ടർ എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തിയത്, ഈ ഒരു മേഖലയിലേക്ക് എത്താനുണ്ടായ ആ ഒരു സാഹചര്യം, എങ്ങനെയാണ് താങ്കൾ ആയുർവേദത്തെ ഇഷ്ടപ്പെട്ടത്, ആയുർവേദത്തിലേക്ക് എത്തിയത്? ഞാൻ ഡോക്ടർ സ്വപ്ന വേണുഗോപാലൻ. ഞാൻ ഈ ആയുർവേദ ഫീൽഡിലേക്ക് വരാൻ ഉണ്ടായ കാരണം എൻ്റെ അച്ഛൻ തന്നെയാണ്. അച്ഛൻ ഒരു ആയുർവേദ ഡോക്ടർമാരുടെ ഇടയിൽ ഫാർമസി വയ്ക്കുകയും അതിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാവരോടും പരിചയമായി അവരുടെ സുഹൃത്തായി മാറുകയും, +2 കഴിഞ്ഞതും അച്ഛൻ അവരെ സമ്മതപ്രകാരം എന്നെ ആയുർവേദത്തിലേക്ക് ചേർക്കുകയും, ആദ്യകാലങ്ങളിലൊന്നും എനിക്ക് ആയുർവേദത്തിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ +2 കഴിഞ്ഞ് വന്നതും സംസ്കൃതവും ഒരു അറിവില്ലാത്തൊരു ലോകത്തിലേക്ക് പോകുന്ന മാതിരി നമുക്ക് ഫീൽ ചെയ്യും ആയുർവേദത്തിലേക്ക് വരുമ്പോൾ. പക്ഷേ കുറച്ച് സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ഒക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെടാൻ തുടങ്ങി. രോഗികളെ കാണാനും അവരുടെ രോഗങ്ങളെ പറ്റി അറിയുമ്പോഴും അതിനോടൊരു സ്നേഹം തോന്നാൻ തുടങ്ങി. അങ്ങനെ UG കഴിഞ്ഞു, പുറത്തിറങ്ങി, വലിയ കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ ആയിട്ട് പുറത്തിറങ്ങി കല്യാണം കഴിഞ്ഞ് അവരെ വീട്ടിലേക്ക് വന്നതും എനിക്ക് അഹല്യയിൽ ജോലി കിട്ടി. അഹല്യയിൽ വളരെ രസകരമായ രീതിയിലായിരുന്നു അവിടുത്തെ ഒരു അനുഭവം. ധാരാളം പേഷ്യൻസ് അവിടെ എനിക്കുണ്ടായിരുന്നു. ആദ്യകാലങ്ങളിൽ തന്നെ പേഷ്യൻസ് നോക്കാനും പേഷ്യൻസിനായിട്ട് നല്ല രീതിയിൽ ചികിത്സ ചെയ്യാനും എനിക്ക് കഴിഞ്ഞിരുന്നു. അവിടുത്തെ ഒരു 5ാം സ്ഥാനത്തേക്ക് ഞാൻ വളർന്നു വരാൻ തുടങ്ങിയ ഒരു കാലഘട്ടത്തിലാണ് അവിടുത്തെ ലെക്ചേഴ്സിനെയൊക്കെ കാണുമ്പോൾ എനിക്ക് പിന്നെയും ആഗ്രഹമായി, ഇവിടെ ഇനിയിപ്പോൾ ലെക്ചർ ആവണം. എന്നാലേ എൻ്റെ ഒരു ആഗ്രഹം അങ്ങനെ തന്നെയാണ് താനും. എപ്പോഴും ഉയർന്ന ചിന്തകളായിരുന്നു എനിക്ക്. ഒരുപാട് സ്വപ്നങ്ങളും ഒക്കെ ഉള്ളിലുണ്ട്. പുറത്തേക്കൊന്നും കാണിക്കില്ലെങ്കിലും ഒരുപാട് ആഗ്രഹം ഉള്ളിലുള്ള ഒരാളാണ് ഞാൻ. എൻ്റേതായ ഒരു സിഗ്നേച്ചർ പതിപ്പിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു മേഖല എനിക്ക് വേണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള കുട്ടിയായിരുന്നു. അവിടുത്തെ ടീച്ചേഴ്സിനെ കാണുമ്പോൾ എനിക്ക് PGക്ക് പോകണം. കല്യാണം കഴിഞ്ഞ് 2.5 വയസ്സായ കുഞ്ഞിനെ ഇവിടെ നിർത്തിക്കൊണ്ട് ഞാൻ PGക്ക് പോവുകയാണ്. ഉടുപ്പിയിലാണ് ഞാൻ PGക്ക് പോയത്, മുനിയാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. ഞാൻ പഠിച്ചത് വിഷ്ണു ആയുർവേദ കോളേജിലാണ്. അവിടുത്തെ രാമചന്ദ്രൻ സാറ് വളരെ നല്ലൊരു ഡോക്ടറാണ്. സാറിൻ്റെ ഒരു അനുഗ്രഹമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനൊക്കെ ഈ ഒരു നിലയിലെത്തിയത്. അത് കഴിഞ്ഞ് PG 2015 PGക്ക് പോയി. കഴിഞ്ഞ് 2018 തിരിച്ചു വന്ന് അഹല്യയിൽ കയറാൻ എനിക്ക് സാധിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റിൽ 3 പേര് വേണ്ടതായി ഉള്ളൂ. ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ആരെങ്കിലും പുറത്തിറങ്ങിയാലല്ലേ എനിക്ക് അവിടെ കയറാൻ പറ്റുള്ളൂ. അത് കാരണം വേക്കൻസി ഇല്ലാണ്ട് ഞാനിങ്ങനെ കുറച്ച് വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് അപ്പോഴും അച്ഛൻ തന്നെയാണ് ഒരു ചെറിയ
ഷോപ്പ് ഇട്ട് തന്ന് അതിൽ നിന്ന് വളർന്നു വന്ന് ഇപ്പോൾ ഈ ഒരു നിലയിലേക്ക് എൻ്റെ ഹസ്ബൻഡ് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഹസ്ബൻഡ് തന്നെയാണ് സഹായിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഡോക്ടറിന്റെ PG ലൈഫിന് ശേഷം പുനർജനിയിലേക്ക് എത്തുകയും അത് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ ഈ ഒരു സ്ഥാപനത്തിനെ ഈ ഒരു വലിയൊരു വിജയത്തിലേക്ക് എത്തിക്കുവാൻ താങ്കളെ കൊണ്ട് സാധിച്ചു. തീർച്ചയായിട്ടും താങ്കളിലേക്ക് എത്തുന്ന രോഗികൾക്ക് കൊടുക്കുന്ന റിസൾട്ട് അവരുടെ അഭിപ്രായം മറ്റുള്ള രോഗികളിലേക്ക് എത്തുകയും അങ്ങനെ ഒരു പബ്ലിസിറ്റിയുടെ ആവശ്യമില്ലാതെ തന്നെ പുനർജനി ഈ ഒരു ലെവലിലേക്ക് എത്തി. തീർച്ചയായിട്ടും നമ്മളുടെ ചികിത്സാ മേഖലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഡോക്ടർ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഡോക്ടറിനെ തേടിയെത്തുന്ന രോഗികൾ അധികവും ഏത് ചികിത്സാർത്ഥമാണ് എത്താറുള്ളത്? ആ ചികിത്സാ വിവരണങ്ങളെ കുറിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് എന്താണ് പറയാനുള്ളത്? കൂടുതലായും എനിക്ക് വരുന്ന രോഗികൾ അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന മേഖല എന്ന് പറയുന്നത് ആർത്രൈറ്റിസ്, സ്പൈനൽ ഡിസോർഡേഴ്സ്, ഹെർണിയ, സ്പൈനൽ ഡിസ്ക് ഹെർണിയ, ദെൻ അതിൻ്റെ ഇൻട്രൂഷൻ, എക്സ്ട്രൂഷൻ. സോ ഡിസ്കിൻ്റെ പ്രൊലാപ്സ് ഭാഗം സംബന്ധിച്ച ഭാഗങ്ങളാണ് കൂടുതൽ ഞാൻ കൈകാര്യം ചെയ്യുന്നത്. അതിലെനിക്ക് കുറച്ചുകൂടി റിസൾട്ടും കിട്ടുന്നുണ്ട്. റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് പറയണ ആമവാദം കേസസൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് നന്നായി മാറി പോകുന്നുണ്ട്. രണ്ടാമത് പാർക്കിൻസോണിസം. ഇപ്പം ഞാൻ കുറച്ചുകൂടി ഇഷ്ടപ്പെടാൻ തുടങ്ങിയ ഒരു വിഷയം കൂടിയാണ് പാർക്കിൻസോണിസം. അങ്ങനെയുള്ള രോഗികൾ ധാരാളം നമ്മുടെ നാട്ടിലുണ്ട്. ആ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോഴത്തേക്കും അവർ വേറെ ആരുടെയും സഹായമില്ലാതെ നമ്മുടെ അടുത്ത് വന്ന് 1.5 മാസത്തോളം ചികിത്സ തേടി പോകുന്ന ഒരു അനുഭവമാണ് ഇവിടെ ഉള്ളത്. ധാരാളം രോഗികൾ വരുന്നത് കോയമ്പത്തൂർ സൈഡ്, പൊള്ളാച്ചി, തിരുപ്പൂർ സൈഡ് ആ ഭാഗങ്ങളിൽ നിന്നാണ്. കേരളത്തിൽ നിന്ന് ഇല്ല എന്നല്ല എങ്കിൽ കൂടി ഈ ഒരു സ്ഥലം ഇരിക്കുന്നത് കുറച്ചുകൂടി തമിഴ്നാടിനോട് ചേർന്നിട്ടാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗങ്ങളിലുള്ള രോഗികൾ വന്നാൽ തന്നെയും അവർക്ക് രോഗം മാറിക്കഴിഞ്ഞാൽ അവരൊരു 4 ആളെ വേറെ 4 ആളോട് അറിയിക്കുകയും അവർ വഴി എനിക്ക് കുറച്ചുകൂടി റെഫറൻസ് കേസസ് വരാനും പറ്റി. ഡോക്ടർ ഇപ്പോൾ പറയുണ്ടായി നമ്മുടെ പാർക്കിൻസൺസ് രോഗം, അതൊരു സത്യം പറഞ്ഞാൽ വളരെ വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അത്രയും നാളും എങ്ങനെ ജീവിച്ച ഒരു വ്യക്തി പെട്ടെന്നൊരു നാളിൽ ഈ ഒരു ലെവലിലേക്ക് എത്തുകയാണ്. അതിനെ മാനസികമായും ശാരീരികമായും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട്. അങ്ങനെയുള്ള രോഗികളിലേക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള രോഗികൾ താങ്കളിലേക്ക് എത്തുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഫസ്റ്റ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ടിങ് മുതൽ അവരുടെ ഏത് ടൈം വരെയാണ് അവരൊരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്, അതുപോലെ തന്നെ അതിന്റെ ഒരു രീതി എങ്ങനെയാണ് ഡോക്ടറിന്റെ നേതൃത്വത്തിൽ കൊടുക്കുന്നത്, അതുപോലെ തന്നെ പുനർജനിയിൽ കൊടുക്കുന്നത്? അധികവും ആ പേഷ്യൻസ് വളരെ കഷ്ടപ്പെട്ടായിരിക്കും നമ്മുടെ അടുത്ത് എത്തുക. എന്താ വെച്ചാൽ ഫസ്റ്റ് സ്റ്റേജിലൊന്നും തന്നെ അവർ നമ്മുടെ അടുത്തേക്ക് എത്താൻ സാധ്യതയില്ല. എന്താണെന്ന് വെച്ചാൽ അധികം മറ്റേ ശാസ്ത്രങ്ങളിലൊക്കെ പോയി അതിൻ്റേതായ അവസാന ഘട്ടങ്ങളിലോ അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജിലൊക്കെ ആയിരിക്കും അവർ നമ്മുടെ അടുത്ത് എത്തുക. അപ്പോഴത്തേക്കും തന്നെ അതിൻ്റേതായിട്ടുള്ള എല്ലാ സിംറ്റംസും അവരിൽ പ്രകടമായിട്ടുണ്ടാവും. ഫേസ് മാസ്ക്, ദെൻ നടക്കാൻ പറ്റുക, സ്റ്റിഫ്നെസ്, റിജിഡിറ്റി, ദെൻ അവർക്ക് എല്ലാ തരത്തിലുള്ള എക്സ്പ്രഷൻസ് പോലും നമുക്ക് നഷ്ടമായ രീതിയിലായിരിക്കും നമുക്ക് ആ കേസസിന് കിട്ടുക. ആദ്യം തന്നെ നമുക്ക് അവരോട് ചെയ്യാനുള്ളത് അവരെ സമാധാനിപ്പിക്കുക. ഒരു പരിധിയിൽ കൂടുതൽ നമുക്കതിന് ശരിയാക്കി കൊടുക്കാൻ പറ്റും എന്നുള്ള രീതി നമുക്ക് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് നമ്മുടെ ആദ്യത്തെ. മാനസികമായി അവരെ ധൈര്യപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് അവരെ ആദ്യത്തെ ഘട്ടം. കഴിഞ്ഞ് നമ്മളുടെ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ പഞ്ചകർമ്മ തെറാപ്പികൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതിൽ ധാര, ശിരോവസ്തി, വസ്തി, ശരീരത്തിലെ അഭ്യംഗം, പിന്നെ ലേപനം, ഉള്ളിലേക്ക് ഇൻറ്റേർണൽ മെഡിസിൻസ് ആയിട്ട് ഉള്ളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്രഹ്മി മുതലായിട്ടുള്ള ബ്രഹ്മി ഘൃതം, മഹാപൈശാചിക ഘൃതം, അങ്ങനെയുള്ള തരത്തിലുള്ള മരുന്നുകൾ കൊണ്ടാണ് നമ്മൾ അവരെ ചികിത്സ തുടങ്ങുന്നത്. കൂടാതെ അവർക്ക് ഫിസിയോതെറാപ്പി മസ്റ്റായിട്ട് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. രാവിലെ തന്നെ ട്രീറ്റ്മെൻറ്റുകൾ കഴിഞ്ഞാൽ നമ്മൾ എല്ലാ രോഗികൾക്കും ഡെയിലി നമ്മൾ ഫിസിയോതെറാപ്പി കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റും കിട്ടുന്നുണ്ട്. ഡോക്ടർ, അതുപോലെ തന്നെ ഇപ്പോൾ ആയുർവേദത്തിൻ്റെ ഒരു പ്രസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതശൈലി രോഗങ്ങൾക്ക് ഏറ്റവും മികച്ച ട്രീറ്റ്മെൻറ്റ് ആയുർവേദം തന്നെയാണ്. കാരണം മറ്റുള്ള ഏത് മേഖല, ഏത് ശാസ്ത്രം തിരഞ്ഞെടുത്താലും റിസൾട്ട് കൂടുതൽ എപ്പോഴും ആയുർവേദത്തിൽ തന്നെയാണ്. കാരണം അതിനൊരു സ്റ്റാൻഡുണ്ട്. അത് നമുക്കത് മാറ്റി കഴിഞ്ഞാൽ പിന്നീട് അതിലേക്ക് നമ്മൾ ഒന്നും കൂടെ ജീവിതശൈലിയിൽ ഒന്ന് മാറ്റം വരുത്തിയാൽ അത് കൃത്യമായിട്ട് അതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സ നമ്മുടെ സെന്റർ
എത്രമാത്രമാണ് കൊടുക്കുന്നത്? ഏതൊക്കെ തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾക്കാണ് ചികിത്സ ചെയ്യുന്നത്? ഡയബറ്റിസ്, പ്രമേഹം, കാർഡിയോവാസ്കുലർ പ്രോബ്ലംസ് എല്ലാം നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ട് പ്രമേഹ രോഗികൾ നമുക്ക് ധാരാളം ഉണ്ട്. അതിൽ നമ്മൾക്ക് അധികം ഇൻറ്റേർണൽ മെഡിസിൻസ് വഴിയാണ് നമ്മൾ പ്രമേഹം ശരിയാക്കി കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒബേസിറ്റി അല്ലെങ്കിൽ സ്ഥൗല്യത എന്ന് പറയുന്ന രോഗം ഇപ്പോൾ വളരെയധികം നമുക്ക് കണ്ട് വരുന്ന രോഗമാണ്. ധാരാളം കേസസ് ഇവിടെ വന്ന് കിടന്ന് ഒരു പരിധി വരെ ഒരു 10 തൊട്ട് 12 കിലോഗ്രാം വരെ നമുക്ക് കുറച്ച് കൊടുത്ത് അവർക്ക് നല്ല രീതിയിൽ അവരുടെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതിലെന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ സ്ഥൗല്യത്തെ പറ്റിയിട്ട് ബോധേഡല്ല. കഴിഞ്ഞ ഒരു പരിധി വരെ വളരെ മോശമായ രീതിയിലാണ് നമ്മളെ അടുത്തേക്ക് വരിക തന്നെ. അതിനുശേഷം നമ്മൾ പഞ്ചകർമ്മ തെറാപ്പികളാണ് കൂടുതലും ചെയ്യുന്നത്. സ്ഥൗല്യമെല്ലാം നമുക്ക് നമ്മുടെ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രോഗം തന്നെയാണ്. ഡോക്ടർ, അതുപോലെ തന്നെ നമ്മളുടെ നട്ടല് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളുണ്ട്. ഇപ്പം ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള സുഹൃത്തുക്കൾ നമ്മൾ സ്ഥിരം പ്രേക്ഷകരുണ്ട്. അവർ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് നടുവേദന, അതുപോലെ മുട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, കഴുത്ത് സംബന്ധമായിട്ടുള്ള സ്പൈനൽ പ്രശ്നങ്ങൾ. ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് നമ്മുടെ പുനർജനിയിൽ കിട്ടുന്നുണ്ട്. അതാണ് ഡോക്ടറിന്റെ നേതൃത്വത്തിൽ അതിനെ ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതിലൊരു ചികിത്സാ രീതി എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ രോഗലക്ഷണം, നമ്മൾ ഏത് ടൈം മുതൽ ചികിത്സ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെയാണ് നമുക്ക് അങ്ങനെ ഒരു രോഗമുണ്ട് എന്ന് മനസ്സിലാക്കി തുടങ്ങുന്ന ഒരു സമയം? നമുക്ക് വരുന്ന രോഗങ്ങൾ അധികം തന്നെ സ്പൈനൽ ഡിസോർഡേഴ്സ്, ആർത്രൈറ്റിസ്, ആമവാദം എന്നീ കണ്ടീഷൻസൊക്കെയാണ് കൂടുതലും നമുക്ക് വരുന്ന രോഗികൾ. അവരെന്താണെന്ന് വെച്ചാൽ അവരുടെ സെക്കൻഡ് സ്റ്റേജിലോ അല്ലെങ്കിൽ തേർഡ് സ്റ്റേജിലോ ആയിരിക്കും നമ്മെ സമീപിക്കുക തന്നെ. എല്ലാ ശാസ്ത്രങ്ങളും ചെയ്ത് നോക്കി ഒന്നിനും പറ്റാതെ, അതായത് ശാരീരികവും മാനസികവുമായി അവർ തളർന്ന് സാമ്പത്തികപരമായും വളരെ മോശമായ ഘട്ടത്തിലാണ് അവർ നമ്മുടെ അടുത്തേക്ക് വരാറ് പതിവ്. എങ്കിൽ കൂടി നമ്മുടേതായ ചികിത്സാ സമ്പ്രദായം എന്ന് പറയുന്നത് തന്നെ 7, 14, 21 അല്ലെങ്കിൽ 1 മാസം അങ്ങനെയുള്ള ചികിത്സാ രീതി തന്നെയാണ് നമുക്കുള്ളത് തന്നെ. എങ്കിൽ കൂടിയിട്ട് ഒരു 14 ദിവസം കൊണ്ടെല്ലാം അവസാനിപ്പിക്കുന്ന രീതിയിൽ നമ്മൾക്ക് അവർക്ക് ചെയ്തു കൊടുത്തേ പറ്റൂ. അപ്പം അങ്ങനെയുള്ള രീതിയിലാവുമ്പോൾ ആദ്യം നമ്മൾ പഞ്ചകർമ്മ തെറാപ്പികൾ സ്റ്റാർട്ട് ചെയ്യും. സ്പൈനൽ ഡിസോർഡേഴ്സ് ആണെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൽ വസ്തി, അഭ്യംഗം, ധാന്യാമ്ലധാരയിൽ തുടങ്ങി നമ്മളത് ഞവരക്കിഴിയിലാണ് നമ്മളുടെ ചികിത്സ അവസാനിച്ച് നിൽക്കുന്നത്. അത്രയും ദിവസം ആവുമ്പോഴത്തേക്കും തന്നെ 21 ദിവസം നമുക്ക് പൂർത്തിയാവും. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലുള്ള രോഗികളെ നമ്മൾ ചികിത്സിച്ചാൽ എന്തായാലും തന്നെ നമുക്ക് നല്ലൊരു മാറ്റം കിട്ടുന്നതാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു രോഗമാണ് ലോ ബാക്ക് പെയിൻ അല്ലെങ്കിൽ ഇടുപ്പ് വലി, മുട്ടുവേദന, സെർവൈക്കൽ സ്പോണ്ടിലോസിസ് എന്നീ രോഗങ്ങളെല്ലാം. കൂടുതലായിട്ടും ജോലി ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുന്ന തരം ആളുകളിലാണ് നമുക്ക് ഈ തരത്തിലുള്ള രോഗങ്ങൾ കൂടുതലായി കാണാൻ പറ്റുന്നത്. അധികം ഈ ഗൾഫ് കൺട്രീസിലുള്ള ആൾക്കാർ, സാധാരണക്കാരായി ജീവിക്കുന്ന ജനങ്ങളിലാണ് നമുക്ക് കൂടുതലും ഈ തരത്തിലുള്ള ലോ ബാക്ക് പെയിൻ, സന്ധിവേദന, മുട്ടുവേദന കാണാൻ കഴിയുന്നത്. എല്ലാ രോഗികളും തന്നെ ഒരു 10 വർഷത്തോളം അല്ലെങ്കിൽ ഒരു 5 മേലെ വർഷത്തോളം വേദന അനുഭവിച്ച് അതിൻ്റെ ഫ്ലൂയിഡെല്ലാം നഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ ഓസ്റ്റിയോഫൈറ്റിക് ഫോർമേഷൻ, അങ്ങനെ ചീളുചീളായി എല്ലുകൾക്കൊക്കെ സ്പൈനൽ പ്രോബ്ലം ആണെങ്കിൽ ചീളുചീളായി എല്ലുകൾ അല്ലെങ്കിൽ ഡിസ്ക് പ്രൊലാപ്സായി പൊട്ടി അങ്ങനെയുള്ള കേസസൊക്കെ ആയിരിക്കും നമ്മുടെ കയ്യിൽ എത്തുന്നത്. അപ്പോഴത്തേക്കും അവർക്ക് കാലിലേക്കുള്ള റേഡിയേറ്റിംഗ് പെയിൻ, കാലിലേക്ക് വളർന്നു പോകുന്ന വേദന, ബാക്കിൽ കൂടെ ഇറങ്ങിയ ബട്ടക്സ് വഴി ബാക്കിൽ കൂടെ നല്ല രീതിയിലുള്ള വേദന, നംനെസ്, മരപ്പ് അല്ലെങ്കിൽ തരിപ്പ്, ഇങ്ങനെയുള്ള ചൂടുവാദം, ചൂടോടുകൂടി അനുഭവപ്പെടുന്ന തരത്തിലുള്ള വാദസംബന്ധമായിട്ടുള്ള കണ്ടീഷൻ എല്ലാം, ഈ തരത്തിലുള്ള എല്ലാ സിംറ്റംസും ആയ രീതിയിലാണ് രോഗികൾ നമ്മളെ അടുത്തേക്ക് വരുന്നത്. ഇങ്ങനെയുള്ള കണ്ടീഷനിലുള്ള രോഗികളെ നമ്മൾ ചികിത്സിക്കുന്നത് ആദ്യം തന്നെ ധാന്യാമ്ലധാര, ആമത്വം എന്നുള്ള
കണ്ടീഷനോടുകൂടിയായിരിക്കും രോഗികൾ നമ്മളുടെ അടുത്ത് എത്തുന്നത്. ഈ ആമത്വം നമ്മൾ ആദ്യം തന്നെ കളയേണ്ടത് ലംഘനം ചെയ്തിട്ട് തന്നെയാണ്. ആദ്യം തന്നെ ആചാര്യൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, എത്ര തന്നെ ഒരു ബ്രഹ്മണം ചെയ്യേണ്ട കാര്യമാണെങ്കിൽ കൂടി ആദ്യം നമ്മൾ ലംഘനം തന്നെ വേണം ചെയ്യാൻ എന്ന് ആചാര്യൻ ഒരു പോസിട്ട് വെച്ചിട്ടുണ്ട്. അതുമാതിരി തന്നെയാണ് നമ്മൾ ആമത്വം തന്നെയാണ് നമ്മുടെ ഈ തരത്തിലുള്ള സ്പൈനൽ ഡിസോർഡേഴ്സ് ഒക്കെ ആയിട്ട് വരുന്ന രോഗികൾ നമ്മൾ കാണാൻ സാധിക്കുന്നത്. ആദ്യം തന്നെ ധാന്യാമ്ലധാരയാണ് നമ്മൾ ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ പൊടിക്കിഴി, ഇലക്കിഴി, വസ്തി, ലേപനം, മുട്ടുവേദന, അസാധ്യ മുട്ടുവേദനയൊക്കെ ആയിട്ട് വരുന്ന രോഗികളിൽ നമ്മൾ ലേപനം, അത് കഴിഞ്ഞ് ബാൻഡേജിങ്, ഈ തരത്തിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങളോട് നമ്മൾ വളരെയധികം രോഗങ്ങൾ ഭേദമാക്കി കൊടുക്കുന്നുണ്ട് ഇവിടെ. സ്പെഷ്യാലിറ്റി നമ്മുടെ ശാസ്ത്രത്തിൽ മാത്രം തന്നെയുള്ളൂ ഈ തരത്തിലുള്ള ഒരു ചികിത്സാ സമ്പ്രദായം. നമ്മുടെ ഭൂമിയിലുള്ള മരുന്നുകൾ കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ രോഗങ്ങളെ മാറ്റാൻ നമ്മുടെ ആയുർവേദ ശാസ്ത്രത്തിന് തന്നെയുള്ളൂ. ഡോക്ടർ, അതുപോലെ തന്നെ നമ്മുടെ ഒരു സെന്ററിന്റെ ഒരു വിജയം, അല്ലെങ്കിൽ നമ്മളൊരു ആയുർവേദ ഹോസ്പിറ്റൽ ആ ഒരു സ്ഥാപനത്തിന്റെ വിജയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവിടുത്തെ ചികിത്സയോടൊപ്പം തന്നെയുള്ള മരുന്നുകളുടെ ആ ഒരു ക്വാളിറ്റിയാണ്. നമ്മളുടെ രോഗികൾക്ക് കൊടുക്കുന്ന മെഡിസിൻസ് എങ്ങനെയാണ്, നമ്മളായി തയ്യാറാക്കുന്നതാണോ അതോ മറ്റുള്ള കമ്പനികളിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് അല്ലെങ്കിൽ റെഡിമെയ്ഡ് എടുക്കുന്നതാണോ, എങ്ങനെയാണ് അതിൻ്റെ രീതി? മെയിൻലി നമ്മൾ തയ്യാറാക്കുന്ന മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. മുറിവെണ്ണ, കഷായങ്ങൾ, ചെറിയ ചെറിയ പൊടികൾ, ചൂർണ്ണങ്ങൾ, കഷായങ്ങൾ ഒരു പരിധി വരെ നമ്മൾ കഷായങ്ങളെല്ലാം തന്നെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. മുറിവെണ്ണ, ചില തൈലങ്ങൾ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ തന്നെയാണ് തയ്യാറാക്കുന്നത്. ഡോക്ടർ, അതുപോലെ നമ്മുടെ സെന്ററിന്റെ പ്രവർത്തനങ്ങൾ, നമ്മൾ ഡെയിലി ഉള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ പേഷ്യൻസിന് വേണ്ടി കൊടുക്കുന്ന സൗകര്യങ്ങൾ എങ്ങനെയാണ്, നമ്മുടെ റൂം ഫെസിലിറ്റീസിന്റെ അതുപോലെ തന്നെ മറ്റുള്ള പ്രവർത്തനങ്ങളുടെ രീതി എന്താണ്, അത് ഒന്ന് നമുക്ക് സംസാരിക്കാം. നമ്മളിവിടെ ഒരു കൂട്ടായ രീതിയിലുള്ള 2 ഡോക്ടേഴ്സ്, 4 തെറാപ്പിസ്റ്റുമാർ, 2 നഴ്സുമാർ, എല്ലാ സ്റ്റാഫുകളും ഒരു കുടുംബം മാതിരി നമ്മുടെ ആശുപത്രി കണ്ടാലേ എല്ലാ പേഷ്യൻസും പറയണത് എന്താണെന്ന് വെച്ചാൽ, ഒരു ആശുപത്രിയായിട്ട് നമുക്കത് ഫീൽ ചെയ്യാറില്ല. ഒരു വീട്ടിലേക്ക് വന്നത് മാതിരിയാണ് ഫീൽ ചെയ്യുന്നത്. എപ്പോഴും എല്ലാ രോഗികളും ഇവിടുന്ന് ഇറങ്ങുമ്പോൾ പറയുന്ന ഒരു സന്തോഷത്തോടെയാണ് അവർ ഇറങ്ങുക. അപ്പം നമ്മുടെ തന്നെ ഡോക്ടേഴ്സായാലും സ്റ്റാഫായാലും തെറാപ്പിസ്റ്റ് വളരെ വളരെ സ്നേഹത്തോടെയാണ് ആ പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുന്നത്. അത് എൻ്റെ ഒരു നന്മയായിട്ട്, എനിക്ക് എവിടുന്നോ കിട്ടിയൊരു പുണ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എന്താ വെച്ചാൽ അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എൻ്റെ ഈ ആശുപത്രിയുടെ വളർച്ചയ്ക്കുള്ള ഏറ്റവും വലിയൊരു ബാക്ക് ബോണായി നിൽക്കുന്നത് എൻ്റെ കുട്ടികളാണ്. രണ്ടാമത് എൻ്റെ ഹസ്ബൻഡ്. പിന്നെ നമുക്കിവിടെ സൗകര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് 2 ആശുപത്രികളാണ് നമുക്കുള്ളത്. ഒന്ന് നമ്മളെ മേനോൻ പാറയിലും, ഒന്ന് പാലക്കാട് കൽമണ്ഡപം എന്ന് പറയുന്ന സ്ഥലത്ത്. അത് നമുക്കൊരു ഔട്ട്ലെറ്റായിട്ട്, അവിടെയും 2 റൂമോട് കൂടിയിട്ടുള്ള ആശുപത്രി തന്നെയാണ്. ഇവിടെ ഞാൻ രാവിലെയാണ് അവൈലബിൾ ആവണത്. രാവിലെ 6 മണി അല്ലെങ്കിൽ 7 മണി തൊട്ട് ഒരു 10 മണി വരെയും, വൈകുന്നേരം 4:30 തൊട്ട് 8 മണി വരെ എല്ലാം ആ ഒരു സമയത്താണ് ഞാനിവിടെ ഉണ്ടാവുക. 10 മണിക്ക് ശേഷം ഞാൻ മറ്റേ സെൻറ്ററിലോട്ട് പോകും. 10:30 തൊട്ട് അവിടെ ഒരു 4:30 മണി വരെ അവിടെ കാണും. അവിടെയും പേഷ്യൻസ്, നമുക്ക് ലോക്കൽ പേഷ്യൻസ് എല്ലാം തന്നെ നമുക്ക് അവിടെ ധാരാളം വരുന്നുണ്ട്. മെയിൻലി അവിടുത്തെ രോഗികളെ നമ്മൾ അഡ്മിറ്റ് ആക്കാനാണ് നമ്മുടെ ഈ ഒരു സെൻറ്ററിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ഇവിടെ നമ്മൾ ഫുഡ്, അക്കോമഡേഷൻ എല്ലാം തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള റൂംസ് ഉണ്ട്. എ സി ഫെസിലിറ്റീസ് ഉള്ള റൂംസ് ഉണ്ട്. നോർമൽ പേഷ്യൻസിന് വരുവാണെങ്കിൽ അതിനനുസരിച്ചുള്ള റൂമുകളുണ്ട്. എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പേഷ്യൻസ് നമുക്ക് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു വീട് എന്ന് തന്നെ പറയാം, ഒരു ഹോസ്പിറ്റലിലാണെങ്കിൽ നമ്മൾ വീട്ടിൽ ചികിത്സിക്കുന്ന ഒരു ഫീല് കിട്ടുന്ന ഒരു അന്തരീക്ഷം, അതുപോലെ തന്നെ ഒരു സൈലന്റ് ഒരു മോഡാണ് നമ്മുടെ ഒരു മേഖല. ഇതൊരു ഗ്രാമീണ പ്രദേശം തന്നെയാണ്. അതെ, പാലക്കാടൻ ഗ്രാമം എന്ന് പറയുമ്പോൾ വളരെ ഭംഗിയുള്ളൊരു, വളരെയധികം രോഗികൾ അത് ഇഷ്ടപ്പെടുന്നുണ്ട്, പറയാറുമുണ്ട്. പിന്നീട് അവർ തിരിച്ചു വന്ന് വേറൊരാളെയും കൊണ്ട് വരാറ് പതിവുള്ളൂ. എന്നുവെച്ചാൽ ഗ്രാമീണമായ ഒരു അന്തരീക്ഷം തന്നെ പറയാം. മയിലും മുയലും, ശരിക്കും ഒരു കാടായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇവിടുന്ന് ഒരു 10 കിലോമീറ്ററേ ഉള്ളൂ മറ്റേ നമ്മുടെ സൈലന്റ് വാലി സ്ഥലത്തേക്കൊക്കെ.
സൈലന്റ് വാലി, അതുപോലെ ഒരുപാട് നമ്മുടെ ഈ നെല്ലിയാമ്പതി, മലമ്പുഴ ഡാം, വാളയാറ് എല്ലാം ഈ ഒരു അടുത്ത ലൊക്കാലിറ്റിയിൽ നല്ലൊരു എക്കോസിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ വരുന്ന പേഷ്യൻസിന് ഇവിടെ സ്റ്റേ ചെയ്യാനാണ് അവർ വളരെയധികം ആഗ്രഹിക്കുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഈ ഒരു വളർച്ചയും അല്ലെങ്കിൽ ഈ ഒരു വിജയവും ഒക്കെ തന്നെ നമ്മളുടെ ആ ഒരു നമ്മുടെ കൂട്ടായ പ്രവർത്തനത്തിലാണ് താങ്കൾ പറയുണ്ടായി. എങ്കിലും നമ്മൾ ഈ ഒരു വിജയത്തിൽ എത്തി നിൽക്കുമ്പോൾ നമ്മുടെ ഓൺ സ്റ്റാഫുകളുടെ ഒരു വിശേഷമല്ലാതെ നമ്മൾ ഈ ഒരു വിജയത്തിൽ എത്തി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പുറകോട്ട് ചിന്തിക്കുമ്പോൾ ആരോടൊക്കെ താങ്കൾക്ക് ഒരു നന്ദി അല്ലെങ്കിൽ ഒരു കടപ്പാട് രേഖപ്പെടുത്തുവാൻ നമുക്ക് ഈ ഒരു അവസരം ഉപയോഗിക്കാം? തീർച്ചയായും എൻ്റെ അച്ഛൻ, അമ്മ, അനിയൻ, എൻ്റെ ഭർത്താവ് എല്ലാ തരത്തിലും എന്നെ സപ്പോർട്ട് ചെയ്ത വ്യക്തികളാണ്. ഇവിടെ വന്നാലും ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ എല്ലാവരും വളരെ നല്ല രീതിയിൽ എന്നെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു ത്വര എന്ന് പറയില്ലേ, അടങ്ങാത്തൊരാഗ്രഹം, അതുകൊണ്ടാണ് ഞാൻ മിക്കവാറും ഇവിടെ എത്തിയിട്ടുണ്ടാവുക. ദൈവത്തിനോട് ശരിക്കും എല്ലാവർക്കും ഒറ്റയ്ക്ക് അത്ര എളുപ്പമല്ല ഇങ്ങനെ ഒരു ഇത് ഉണ്ടാക്കി കൊണ്ടുവരാൻ. ഞാൻ തന്നെ പിറകിലേക്ക് ചിന്തിക്കുമ്പോൾ എനിക്കൊരു സന്തോഷം തോന്നാറുണ്ട്, സത്യം അത്ഭുതപ്പെടാറുണ്ട്. ഓക്കെ, വളരെയധികം സന്തോഷം ഡോക്ടർ. നമ്മുടെ ഒരു പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ നല്ലൊരു രസകരമായ ഒരു എപ്പിസോഡ് സമ്മാനിച്ചതിന് ഡോക്ടർക്ക് നന്ദി. അതുപോലെ തന്നെ ഇനിയുള്ള പുനർജനിയുടെയും അതുപോലെ തന്നെ ഡോക്ടർ സ്വപ്നയുടെയും ഇനിയുള്ള ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? ഡോക്ടറിന്റെ മനസ്സിലുള്ള ഒരു ലക്ഷ്യം, ഒരുപാട് ലക്ഷ്യം കണ്ടെത്തി അതിലേക്ക് എത്തുമ്പോൾ അടുത്ത ലക്ഷ്യത്തിലേക്ക് വീണ്ടും കണ്ണു നട്ടിരിക്കുകയാണെന്നറിയാം. എന്താണ് ഇനിയുള്ള നമ്മുടെ മനസ്സിലുള്ള ഒരു ഫ്യൂച്ചർ പ്ലാൻ? കുറച്ചുകൂടി വിപുലമായ രീതിയിൽ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അത് ചെറുതായിട്ട് ഇങ്ങനെ തുടക്കം ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്കും നല്ലൊരു രീതിയിൽ ഇതിനെ വളർത്തിക്കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു വലിയ ആഗ്രഹം തന്നെയാണത്. എന്തായാലും അത് സാധിക്കുമായിരിക്കും ഭഗവാൻ. അതെ, വളരെയധികം നന്ദി ഡോക്ടർ. സ്വപ്നയുടെ എല്ലാവിധ സ്വപ്നങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കട്ടെ. അതുപോലെ തന്നെ നമ്മൾ ഡോക്ടറിന്റെ സേവനം ഒരുപാട് ജനങ്ങൾക്ക് ഒരു ആശ്രയകരമായി മാറട്ടെ. അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുവാൻ, നമ്മളിൽ കൂടി ഒരു പരിഹാരം ഉണ്ടാകുവാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങളും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ പുനർജനിയുടെ ഇനിയുള്ള എല്ലാ ഫ്യൂച്ചർ പ്ലാനുകളും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഡോക്ടറുടെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും ആശംസകൾ അറിയിക്കുന്നു. ഒരിക്കൽ കൂടി ഈ ഒരു വിലപ്പെട്ട സമയം ഞങ്ങളുമായി പങ്കുവെക്കാൻ കാണിച്ച നല്ല മനസ്സിന് ഹൃദ്യമായി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.